ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് ജനജീവിതം ദുസ്സഹമാക്കുന്നു. പാചകവാതക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് വീട്ടമ്മമാർ. അടച്ചുപൂട്ടൽ ഭീഷണിയിലായി ഹോട്ടലുകൾ. LDF സ്ഥാനാർത്ഥി കവി ആലങ്കോട് ലീലാകൃഷ്ണന് CPI-CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്വീകരണം നൽകി. ഇത്തവണയും തൃശൂരിൽ ഇടതുപക്ഷത്തിന് നല്ല വിജയ പ്രതീക്ഷയുണ്ടെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. CPIക്കെതിരെ കടുത്ത വിമർശനവുമായി CC മുകുന്ദൻ MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലരുടെ വ്യക്തി വൈരാഗ്യമാണ് തന്നെ ഒഴിവാക്കാൻ കാരണമെന്ന് CC മുകുന്ദൻ. എൽത്തുരുത്ത് സെന്റ് മേരീസ് ഇടവകയുടെ പുതിയ പള്ളിക്ക് കോർപ്പറേഷൻ കൌൺസിൽ നിർമ്മാണാനുമതി നൽകി. അമൃത് പദ്ധതിയിൽ ആവശ്യപ്പെടുന്നവർക്ക് കുടിവെള്ള കണക്ഷനുകൾ നൽകാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടുന്നു. തൃശൂർ ജില്ലയിൽ വ്യാഴാഴ്ച 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തോടെ ഉടലെടുക്കുന്ന വിലക്കയറ്റവും പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവും രാജ്യത്തെ ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. പാചകവാതക പ്രതിസന്ധി അടുക്കളകളിലേക്ക് കടന്നതോടെ നട്ടം തിരിയുകയാണ് വീട്ടമ്മമാർ. വാണിജ്യ സിലിണ്ടറുകളുടെ നിയന്ത്രണത്തോടെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ഹോട്ടലുകൾ. സംഘർഷം അങ്ങ് പശ്ചിമേഷ്യയിലാണെങ്കിലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നത് ലോകരാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലും ഈ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അടുക്കളയിലേക്കും അത് എത്തിച്ചേർന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ പ്രതിസന്ധി? യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളിത് പ്രതീക്ഷിച്ചതാണ്. സ്വാഭാവികമായിട്ടും യുദ്ധം എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് അത് അടുക്കള വരെ എത്തും. അത് എന്നെത്തും എന്ന് മാത്രമേ ഞങ്ങൾ സംശയിച്ചിരുന്നുള്ളൂ. അത് ഓൾറെഡി ഇതാ എത്തിക്കഴിഞ്ഞു. പാചകവാതക സിലിണ്ടറിൻ്റെ നിയന്ത്രണം പോലും എല്ലാവരിലേക്കും ഈ പ്രതിസന്ധി എത്തുന്നു എന്ന് തെളിയിക്കുന്നതാണ്. 4 ദിവസത്തിനുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ കിട്ടുന്ന ഗ്യാസ് ഇപ്പോൾ ഒരാഴ്ചയായിട്ടും എത്തുന്നില്ല. അത് കിട്ടാതിരിക്കുന്നതിന്റെ സ്കേഴ്സിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വീട്ടിലുള്ള അമ്മമാരെ തന്നെയാണ് കൂടുതൽ അവർ ബാധിക്കുക. ജനങ്ങളും ഇതിന് ആശങ്കയിലാണ്. 25 ദിവസം മിനിമം എടുക്കും ഒരു സിലിണ്ടർ മാറ്റി ഫില്ല് ചെയ്യണമെങ്കിൽ. ഒരു കുറ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കുറ്റിക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 25 ദിവസത്തെ ഗ്യാപ്പ് വേണമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഹോട്ടലുകൾക്ക് നിരോധിച്ചിരിക്കുകയാണ്. ഹോട്ടലുകളൊക്കെ നിരോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ തൊഴിൽ ചെയ്യുന്ന നമ്മുടെ പട്ടണങ്ങളിലൊക്കെ അവർ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയുണ്ട്. നിയന്ത്രണം കടുത്തതോടുകൂടി ഹോട്ടലുകളുടെ പ്രവർത്തനവും നിശ്ചലമാകുന്ന അവസ്ഥയിലേക്കാണ്. പല ഹോട്ടലുകളും തടസ്സപ്പെടും എന്ന് കാണിച്ചുകൊണ്ടുള്ള ബോർഡ് വരെ സ്ഥാപിച്ചിരിക്കുകയാണ്. ബോർഡ് വെക്കേണ്ട ഗതികേടിലേക്ക് എത്തിയില്ലേ? ഗ്യാസ് ഇല്ലാണ്ടായി. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അടയ്ക്കാൻ പോണ്. ദോശയ്ക്ക് ഗ്യാസ് ഇല്ല, ഒന്നിനും ഇല്ലില്ല. ഗ്യാസ് വരവൊക്കെ എങ്ങനെയാ ഇപ്പൊ നിലവിൽ? ഇപ്പൊ ഇല്ലാന്ന് പറയുന്നത്. മംഗലാപുരത്ത് നിന്ന് ലോഡ് വന്നിട്ടില്ല എന്ന് പറയുന്നത്. 3 ഹോട്ടൽ അടയ്ക്കാൻ പോണ്. ഇപ്പൊ ഒരു ഹോട്ടൽ തുറന്നിട്ടില്ല, പിന്നെ 2 ഹോട്ടലും കൂടി ഇവിടെയുള്ള അടയ്ക്കാൻ പോകണം. ആളുകൾക്ക് ഇപ്പൊ ഇനി ജോലി എടുക്കാൻ പറ്റില്ല. ഗ്യാസ് ഇല്ലാണ്ട് അവരും ബുദ്ധിമുട്ടില്ല. വരുമാന മാർഗം നിലയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടെ വല്ലാതെ ബാധിക്കും. എല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ഓരോ മനുഷ്യരെയും ഈ പശ്ചിമേഷ്യയിലെ ആക്രമണവും സംഘർഷാവസ്ഥയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുകയാണ്. കൂടുതൽ ആളുകളുടെ ജനജീവിതം ദുഷ്കരാക്കാനേ യുദ്ധം ഉപകരിക്കുള്ളൂ. കാരണം ഇപ്പോൾ സാധനങ്ങളുടെ വില വർധനവായാലും അതിൻ്റെ അനുബന്ധമാണ് ഗ്യാസൊക്കെ വരുന്നത്. വിലക്കയറ്റം നന്നായി ബാധിക്കുന്നുണ്ട്. അത് ജീവിതത്തിന് നിശ്ചലമാക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. യുദ്ധമൊന്നിനും പരിഹാരമല്ല. എന്തായാലും ഇപ്പോൾ അടുക്കളയിലെത്തിയ പ്രതിസന്ധി നാളെ ദൈനംദിന ജീവിതത്തെ എത്ര കണ്ട് ബാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ക്യാമറമാൻ സിബി പോട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. LPG സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷന്റെ കാറ്ററിംഗ് പ്രവർത്തനങ്ങളെ രാജ്യവ്യാപകമായി ബാധിക്കുന്നതായി റിപ്പോർട്ട്. പാചകം ചെയ്ത ഭക്ഷണം ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാനും ടിക്കറ്റുകൾക്കൊപ്പം ഭക്ഷണം മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് റീഫണ്ട് നൽകാനും റെയിൽവേ ആലോചിക്കുന്നുണ്ട്. യാത്രക്കാർക്ക് തടസ്സമില്ലാതെ ഭക്ഷണ സേവനം നൽകുന്നതിന് അടിയന്തര പദ്ധതികൾ നടപ്പിലാക്കാൻ IRCTC കാറ്ററിംഗ് ലൈസൻസികൾക്ക് നിർദ്ദേശം നൽകി.
സാംസ്കാരിക പ്രവർത്തകനായ താൻ സ്ഥാനാർത്ഥിയാകാനുള്ള മാനസികാവസ്ഥയിൽ ആയിരുന്നില്ലെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇത്തവണയും തൃശൂരിൽ ഇടതുപക്ഷത്തിന് നല്ല വിജയപ്രതീക്ഷയുണ്ടെന്നും LDF സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രതികരിച്ചു. CPI, CPM ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ആലങ്കോട് ലീലാകൃഷ്ണൻ. രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ലെങ്കിലും താൻ പണ്ടുമുതലേ ഇടതുപക്ഷ സഹയാത്രികനാണ്. എന്നും പ്രതിസന്ധികൾ അതിജീവിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. വർഗീയതയ്ക്കും വംശീയതയ്ക്കുമെതിരെ നിലകൊള്ളുന്ന മാനവിക പ്രസ്ഥാനം ഇടതുപക്ഷം മാത്രമാണെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ഞാൻ സ്ഥാനാർത്ഥിയായിട്ടല്ലെങ്കിലും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എത്രയോ വർഷങ്ങളായി പങ്കാളിയായ ഒരാളാണ്. സ്ഥാനാർത്ഥി എന്ന വേഷം പുതുതായിട്ട് കിട്ടിയതാണ്. അതുമായിട്ട് മനസ്സ് പൊരുത്തപ്പെട്ടു വരുന്നുള്ളൂ. പിന്നെ നോക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ളതൊക്കെ അതിനൊക്കെ എല്ലാത്തിനും പറ്റിയ ആളുകളാണ്. അപ്പോൾ അവരുടെ കൂടെ നോക്കുമ്പോൾ എനിക്കൊരു അധൈര്യവും ഇല്ല. ഉയർന്ന സനാതത്വം ഉണ്ട്. താനും നമുക്കൊരംഗം നോക്കാം. ഈ മതാത്മകതയെ നമുക്ക് മതാതീതമായ മാനവികത കൊണ്ടേ പ്രതിരോധിക്കാൻ പറ്റും. മതത്തെ മതം കൊണ്ട് നേരിടാൻ പറ്റില്ല. അപ്പോൾ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ നേരിടാൻ വേണ്ടി മറ്റു മതങ്ങളുടെ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള പരിശ്രമമൊക്കെ ആൾക്കാർ നടത്തുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് മതത്തിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് മതാതീതമായ മാനവികത. മതത്തെ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മതങ്ങൾ ലോകത്ത് നമ്മൾ നിഷേധിച്ചാലും ഉണ്ടാവും. മതത്തിന് അതിൻ്റെ ഒരു ധർമ്മമുണ്ട്. മനുഷ്യൻ്റെ ധാർമ്മിക വഴിയിലേക്ക് നയിക്കാൻ മതങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മനുഷ്യയാണാം മനുഷ്യത്വം ജാതി. ഇപ്പം മനുഷ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് അടിത്തട്ടിലെ മനുഷ്യരുടെ, പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ഇപ്പം കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ ഭരണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. മതാത്മകതയ്ക്കും ഫാഷിസത്തിനും വർഗീയതയ്ക്കും വംശീയതയ്ക്കും എതിരെ ആകെ നിലകൊള്ളുന്ന ഒരു മാനവിക പ്രസ്ഥാനം ഇടതുപക്ഷമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആദ്യം CPI ഓഫീസിലെത്തിയ ആലങ്കോടിനെ നേതാക്കൾ ചേർന്ന് ഷോൾ അണിയിച്ചും കൊന്നപ്പൂ നൽകിയും സ്വീകരിച്ചു. തുടർന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, നേതാക്കളായ P ബാലചന്ദ്രൻ MLA, VS സുനിൽകുമാർ, VS പ്രിൻസ് തുടങ്ങിയവരോടൊപ്പം CPM ഓഫീസിലെത്തി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ആലങ്കോട് ലീലാകൃഷ്ണൻ ചർച്ച നടത്തി. TCV ന്യൂസ്, തൃശൂർ. നാട്ടികയിൽ ഉടൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാനൊരുങ്ങി CPIയിൽ നിന്ന് പുറത്താക്കപ്പെട്ട CC മുകുന്ദൻ MLA. അതിനിടെ CPI സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച ഗീതാഗോപിക്കും മറ്റ് നേതാക്കൾക്കുമെതിരെ രൂക്ഷ വിമർശനം അടങ്ങുന്ന ഫേസ്ബുക്ക് കുറിപ്പുമായി മുകുന്ദൻ രംഗത്തെത്തി. നാട്ടികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CC മുകുന്ദൻ എത്തുമ്പോൾ ചലനങ്ങൾ ഇരുമുന്നണികളിലുമുണ്ട്. കോൺഗ്രസിൽ പ്രാദേശികമായി ഉയർന്ന എതിർപ്പുകൾ സംസ്ഥാന നേതൃത്വം തള്ളിക്കളയുന്നു. UDF പിന്തുണ തനിക്കെന്ന് CC മുകുന്ദനും ഉറപ്പിക്കുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം സ്വാഭാവികമാണെന്ന് പറഞ്ഞ് രംഗം തണുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. അതിനിടെ CPI നേതൃത്വത്തിന് തലവേദനയായി ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് മുകുന്ദൻ. പാർട്ടി മാനദണ്ഡങ്ങൾ മറികടന്ന് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായാണ് ഗീതാഗോപിയെ തീരുമാനിച്ചതെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം ആരോപിച്ചു. ചിലരുടെ വ്യക്തിവൈരാഗ്യമാണ് തന്നെ ഒഴിവാക്കാൻ കാരണം. തനിക്ക് താല്പര്യമില്ലാത്ത പേഴ്സണൽ അസിസ്റ്റന്റിനെ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, VS സുനിൽകുമാർ എന്നിവർ ചേർന്ന് അടിച്ചേൽപ്പിച്ചു. അനധികൃത ഭൂമി തരം മാറ്റം, ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റങ്ങൾ തുടങ്ങിയ നിയമവിരുദ്ധ ശുപാർശകൾ തന്നെ ഡമ്മിയാക്കി നിർത്തി ചെയ്യിപ്പിച്ചു. അന്നത്തെ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഇതിന് കൂട്ടുനിന്നുവെന്നും ആരോപണമുണ്ട്. സമ്പന്നരിൽ നിന്ന് ഫണ്ട് ശേഖരണത്തിന് തന്നെ നിർബന്ധിച്ചു. എന്നാൽ അഴിമതിക്ക് കൂട്ടുനിന്നിട്ടില്ല. ഗീതാഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയത് നേതാക്കൾക്ക് പണം കണ്ടെത്താനാണ്. 10 വർഷം കൊണ്ട് ഗീതാഗോപി സമ്പാദ്യം വർദ്ധിപ്പിച്ചു. മറ്റൊരാൾ സ്ഥാനാർത്ഥിയായി എത്തിയിരുന്നുവെങ്കിൽ പാർട്ടി തീരുമാനം അംഗീകരിക്കുമായിരുന്നുവെന്നും CC മുകുന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. TCV ന്യൂസ്, തൃശൂർ. എൽത്തുരുത്ത് സെന്റ് മേരീസ് ഇടവകയുടെ പുതിയ പള്ളിക്ക് കോർപ്പറേഷൻ കൗൺസിൽ നിർമ്മാണാനുമതി നൽകി. അമൃത് പദ്ധതിയിൽ ആവശ്യപ്പെടുന്നവർക്ക് കുടിവെള്ള കണക്ഷനുകൾ നൽകാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. 30 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഫെബ്രുവരി 24 ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് പള്ളിക്ക് നിർമ്മാണാനുമതി നൽകാൻ കൗൺസിലിൽ തീരുമാനമായത്. മേയറുടെ ഓഫീസിലെ പവർ ബ്രോക്കർമാർ ആരെല്ലാമാണെന്ന് ഡെപ്യൂട്ടി മേയർ മറുപടി പറയുക, ഫണ്ട് ചെലവഴിക്കുന്നതിലെ മെല്ലെപ്പോക്ക് ഒഴിവാക്കുക എന്നീ പ്ലക്കാർഡുകളുമായി 4 LDF അംഗങ്ങൾ പ്രതിഷേധ സൂചകമായി കൗൺസിൽ ആരംഭം മുതൽ നടുത്തളത്തിൽ കുത്തിയിരുന്നു. ശുചീകരണ തൊഴിലാളികളെ അകാരണമായി മാറ്റുന്നുവെന്നും മേയറുടെ ഓഫീസ് പവർ ബ്രോക്കർമാരുടെ സ്വാധീനത്തിലാണെന്നും പ്രതിപക്ഷ നേതാവ് ഹിരൺ കുറ്റപ്പെടുത്തി. മേയറുടെ ഓഫീസിൽ താൻ നൽകിയ 3 പരാതികൾ കാണാതായതായി കൗൺസിലർ ലിംന മനോജ് ആരോപിച്ചു. ഒഴിഞ്ഞുകിടക്കുന്ന കോർപ്പറേഷന്റെ വാടക മുറികളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് വേണമെന്ന കൗൺസിലർമാരുടെ ആവശ്യം മേയർ അംഗീകരിച്ചു. കോർപ്പറേഷനിലെ തെരുവ് വിളക്കുകൾ മുഴുവനായും LED ആക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമായി 9905 LED ലൈറ്റുകൾ കൂടി സ്ഥാപിക്കാനും തീരുമാനമായി. TCV തൃശൂർ. സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടുന്നു. പകൽ താപനില 40ലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ വ്യാഴാഴ്ച 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
രാവിലെ 11-നും ഉച്ചതിരിഞ്ഞ് 3 മണിക്കുമിടയിൽ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇറാൻ ഇസ്രായേൽ അതിർത്തിയിൽ കപ്പലിൽ ജോലിക്ക് പോയ വരന്തരപ്പള്ളി സ്വദേശിയായ യുവാവിനെ കാണാനില്ലെന്ന് പരാതി. കുന്നത്തുപാടം കാഞ്ഞിരംകുന്നത്തിൽ ജിജോ ജോണിന്റെ മകൻ ജോയൽ ജിജോയെക്കുറിച്ചാണ് 2 ആഴ്ചയായി വിവരമൊന്നുമില്ലാത്തത്. മകനെ കണ്ടെത്താൻ അടിയന്തര സഹായം തേടി കുടുംബം അധികൃതരെ സമീപിച്ചു. കഴിഞ്ഞ മാസം 13-ാം തീയതിയാണ് ജോയൽ നാട്ടിൽ നിന്നും യാത്ര തിരിച്ചത്. ഷാർജയിലെത്തിയ ശേഷം ബ്ലാക്ക് ലെപ്പാർഡ് എന്ന കപ്പലിൽ ജോലിയിൽ പ്രവേശിച്ചതായി വീട്ടുകാരെ അറിയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹത്തെക്കുറിച്ച് വിവരമൊന്നുമില്ല. മാർച്ച് 2-നാണ് അവസാനമായി ബന്ധപ്പെട്ടത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരളത്തിൽ മാറ്റം അനിവാര്യമാണെന്നും ഇത്തവണ NDAക്ക് അവസരം നൽകിയാൽ കേരളത്തിൽ വികസനം ഉറപ്പാക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ച് കൊച്ചിയിലെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. തൃശൂരിലെയും തിരുവനന്തപുരത്തിലെയും ജനങ്ങൾ BJPയിലും NDAയിലും അർപ്പിച്ച വിശ്വാസം പോലെ മുഴുവൻ കേരളവും NDAയിൽ വിശ്വാസമർപ്പിക്കാൻ പോകുകയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ടൂറിസം രംഗത്ത് കേരളത്തെ ഒന്നാമത് എത്തിക്കുകയാണ് ലക്ഷ്യം. കേരളത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടും, അഴിമതിയും ചുവപ്പുനാടയും തുടച്ചുമാറ്റും, ഹർത്താൽ മാഫിയയും തുടച്ചു നീക്കും. AI സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുമെന്നും മോദി പറഞ്ഞു. കാസർകോട് ദേശീയപാത റീച്ച് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തം. കേന്ദ്ര സർക്കാർ കാട്ടിയത് അങ്ങേയറ്റത്തെ മര്യാദക്കേടാണെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കേരളത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അപമാനിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വകുപ്പ് മന്ത്രിയെ കൂടി വിളിക്കുക എന്നതാണ് നടപടിക്രമം. റിയാസിനെ ഒഴിവാക്കിയത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ഇതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അങ്ങേയറ്റത്തെ മര്യാദകേടാണ് ഇന്ത്യ ഗവൺമെൻറ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ കാണിച്ചത്. സാധാരണ നടപടിക്രമം പ്രധാനമന്ത്രി ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെ കൂടി വിളിക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയത് അദ്ദേഹത്തോടോ സംസ്ഥാന സർക്കാരിനോടോ മാത്രമുള്ള മര്യാദകേടല്ല, കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തെ ആകെ അപമാനിച്ചിരിക്കുകയാണ്. മതനിരപേക്ഷ കേരളത്തോടുള്ള പ്രധാനമന്ത്രിയുടെ വെല്ലുവിളിയാണ്, അപമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ കൊടുക്കും. ഇത് ഇടുങ്ങിയ രാഷ്ട്രീയം, ഇതാണ് BJP മനസ്സിലാക്കണം. ഇടുങ്ങിയ രാഷ്ട്രീയം. ദേശീയപാത ആരുടേതാണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേതാണ്. ആരാ നിർമ്മിക്കേണ്ടത്? ഇന്ത്യ ഗവൺമെൻറ്റാണ്. കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം നിങ്ങൾ പണം തരണം എന്ന് പറഞ്ഞാൽ ആ വിവേചനം എല്ലാ കാര്യത്തിലും തുടരുകയാണ്. ആ വിവേചനം ദേശീയപാത നിർമ്മിക്കുന്നതിൽ മുതൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വരെ കാണിക്കുകയാണ്. അങ്ങേയറ്റത്തെ മര്യാദയില്ലായ്മ. BJPയുടെ രാഷ്ട്രീയ സംസ്കാരം എന്താണ് എന്ന് ഒരിക്കൽ കൂടി മലയാളികൾക്ക് മനസ്സിലായി. അത് എങ്ങനെയാണ് BJP പൊതുപണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത് എന്നതിൻ്റെ തെളിവാണ്. ഇതാണ് നികുതിപ്പണം രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ ഉദാഹരണം.
ശമ്പള വർധന ആവശ്യപ്പെട്ടുള്ള സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം ശക്തമാകുന്നു. ജില്ലയിൽ പണിമുടക്കുന്ന നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധം തുടരുകയാണ്. നഴ്സുമാർ പണിമുടക്കുന്ന ആശുപത്രികളുടെ പ്രവർത്തനം ഏറെക്കുറെ നിലച്ചു. പല ആശുപത്രികളിലും വാർഡുകളിലുള്ള രോഗികളെ ഡിസ്ചാർജ് ചെയ്തു. കിടത്തി ചികിത്സയ്ക്കായി രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ല. അടിയന്തര ചികിത്സാ വിഭാഗങ്ങൾ മാത്രമാണ് മിക്ക ആശുപത്രികളിലും പ്രവർത്തിക്കുന്നത്. അവിടെയും ഏതാനും നഴ്സുമാർ മാത്രമാണ് ഡ്യൂട്ടിക്കുള്ളത്. ആശുപത്രികളിൽ OP പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ചികിത്സയ്ക്കെത്തുന്നവർ കുറവാണ്. മിക്ക ആശുപത്രികളിലും ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. ICU സേവനത്തെ പോലും സമരം ബാധിച്ചിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ UNAയുടെ അക്കൗണ്ടുകൾ ED കണ്ടുകെട്ടി. UNA അധ്യക്ഷൻ ജാസ്മിൻ ഷാ, ഭാര്യ ഷബന, UNA മുൻ ഭാരവാഹികൾ എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി ജില്ലകളിലുള്ള സ്ഥലവും ഫ്ളാറ്റുമാണ് കണ്ടുകെട്ടിയത്. 2017-19 കാലയളവിൽ UNA ദേശീയ അധ്യക്ഷനായിരുന്ന ജാസ്മിൻ ഷാ മറ്റ് ഭാരവാഹികളുമായി ചേർന്ന് നടത്തിയ തട്ടിപ്പിലാണ് നടപടി. നഴ്സുമാരിൽ നിന്ന് പിരിച്ചെടുത്ത മെമ്പർഷിപ്പ് ലെവിയും മറ്റ് ഫണ്ടുകളും വ്യാപകമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിന്റെയും തൃശൂർ CJM കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം നടത്തിയത്. സപ്ലൈകോ വഴി നെല്ല് സംഭരിക്കുന്ന മില്ലുടമകൾ കർഷകർക്ക് സർക്കാർ ഉറപ്പു നൽകിയ താങ്ങുവില നൽകുന്നില്ലെന്ന ആരോപണം. 150 ഏക്കറിലധികം പാടത്ത് കൃഷിയിറക്കിയ പഴയന്നൂർ പഞ്ചായത്തിലെ കല്ലേപ്പാടം ചന്തപ്പുര പാടശേഖരത്തിലെ കർഷകർ ദുരിതത്തിൽ. ചന്തപ്പുര പാടശേഖരത്തിൽ കൊയ്ത്തു കഴിഞ്ഞിട്ട് 10 ദിവസത്തിലേറെയായി. ചാക്കിലാക്കി സൂക്ഷിച്ച നെല്ലിന്റെ തൂക്കത്തിന്റെ 5% വില കുറയ്ക്കുമെന്ന വാദമാണ് മില്ലുടമകൾ കർഷകരെ അറിയിച്ചത്. വില കുറയ്ക്കാൻ അനുവദിക്കില്ലെന്ന് കർഷകർ വ്യക്തമാക്കിയതോടെ സംഭരണം വൈകുകയാണ്. സർക്കാരിന്റെ ഉറപ്പിൽ കൃഷിയിറക്കി കൊയ്തെടുത്ത ടൺ കണക്കിന് നെല്ലാണ് ചാക്കുകളിലാക്കി മൈതാനങ്ങളിലും വീട്ടുമുറ്റത്തും സൂക്ഷിച്ചിരുന്നത്. കല്ലേപ്പാടം ചന്തപ്പുര പാടശേഖരത്തിൽ കൊയ്തിട്ടുള്ള നെല്ലാണ് ഈ കിടക്കുന്നത്. ഇത് കർഷകർ കൊയ്ത് കൊണ്ടുവന്നിട്ട് എല്ലാം ഉണക്കി മെഷീനിൽ കാറ്റത്തിട്ട് വൃത്തിയാക്കിയിട്ട് ചാക്കിലാക്കിയിട്ടുള്ള നെല്ലാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഏജന്റ് വന്നിട്ട് സപ്ലൈകോ അയക്കാനാണെന്ന് പറഞ്ഞിട്ട് സാമ്പിൾ എടുത്തിട്ട് പോയി. ഈ സാമ്പിൾ എടുത്തിട്ട് പോയതിനു ശേഷം വന്നിട്ട് പറയുന്നതാണ് 5% നെല്ല് ഇവിടെ കുറയ്ക്കുന്നതാണ് പറയുന്നത്. ഞങ്ങൾ ആകെ ദുരിതത്തിലാണ് ഇവിടെ. ഇത്രയും പൈസ ഇറക്കിയിട്ട് ഞങ്ങൾ ഈ സാധനം കൊയ്ത്ത് കയറി ഇവിടെ കൊണ്ടുവന്നിട്ടതിന് ശേഷം ഞങ്ങൾക്ക് മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം സൂക്ഷിക്കാൻ ഇവിടെ ആർക്കും സ്ഥലമില്ല. കംപ്ലീറ്റ് ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് നെല്ല് കിടക്കുന്നത്. മഴ വരുമ്പോൾ ഞങ്ങൾ ഈ കൊയ്തിട്ടുള്ള നെല്ല് കംപ്ലീറ്റ് വെള്ളത്തിൽ പോകും. വേനൽ മഴയെത്തി നെല്ല് നനഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. സർക്കാർ സംവിധാനങ്ങൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് കർഷകർക്ക് കൃത്യമായ വില ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികളായ PVK ബാലകൃഷ്ണൻ നായർ, സുഭാഷ്, മോഹനൻ, ഉണ്ണി തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ചേലക്കര. ശ്രീനാരായണപുരം മുള്ളൻ ബസാറിൽ കാന നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞ് വീണ് പരിക്കേറ്റ ഒരു തൊഴിലാളി കൂടി മരിച്ചു. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി 35 വയസ്സുള്ള സെയ്ഫുൾ മണ്ഡലാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഈ മാസം 3-നാണ് ശ്രീനാരായണപുരം മുള്ളൻ ബസാറിൽ അപകടമുണ്ടായത്. അപകടത്തിൽ പശ്ചിമബംഗാൾ സ്വദേശി മുഹമ്മദ് മെഹബുൾ ഇസ്ലാം സംഭവ ദിവസം മരിച്ചിരുന്നു. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ ജോലി വാഗ്ദാനം ചെയ്ത് 11 ലക്ഷം രൂപ തട്ടിയെടുത്ത ജീവനക്കാരനെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മാടക്കത്ര വെള്ളാനിശ്ശേരി തോപ്പിൽ വീട്ടിൽ ബിനോയാണ് അറസ്റ്റിലായത്. പുതുരുത്തി സ്വദേശി നിമേഷാണ് തട്ടിപ്പിനിരയായത്. വെറ്റിനറി കോളേജിൽ വരുന്ന ഒഴിവുകളിലേക്ക് പരീക്ഷയോ ഇന്റർവ്യൂവോ ഇല്ലാതെ ജോലി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് പണം കൈപ്പറ്റിയത്. നിമേഷിന്റെ ഭാര്യയ്ക്കും സഹോദരനും ജോലി ലഭിക്കുന്നതിന് പണം നൽകിയിരുന്നത്. പണം നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വന്നപ്പോഴാണ് നിമേഷ് പരാതി നൽകിയത്. നിരവധി പേരിൽ നിന്നും ബിനോയ് പണം ഇത്തരത്തിൽ കൈപ്പറ്റിയതായി പോലീസ് പറയുന്നു. വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ മുരളീധരൻ, സബ് ഇൻസ്പെക്ടർമാരായ ഹരിഹര സോനു, പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ച മധ്യവയസ്കന് 3 വർഷം കഠിന തടവും 30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചാവക്കാട് അതിവേഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തളിക്കുളം തമ്പാൻകടവ് സ്വദേശി കുട്ടൻപാറൽ വീട്ടിൽ സുബ്രഹ്മണ്യനെയാണ് ശിക്ഷിച്ചത്. 2019-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി.
ഒരിടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഗുരുവായൂർ ഉത്സവത്തിന്റെ ആവേശത്തിനിടയിൽ മകനോടൊപ്പം ക്ഷേത്രനടയിലെത്തിയ ഖദീജമ്മയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന അഭിപ്രായം. അപ്പൊ ഞാൻ ഉമ്മാനായിട്ടേ ഗുരുവായൂർ അമ്പലം ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. വിശുദ്ധ ഭൂമികളായ മക്കയും മദീനയും സന്ദർശിച്ച് പ്രാർത്ഥനാനിർഭരമായ മനസ്സിനൊപ്പം ഖദീജുമ്മ മനസ്സിൽ കൊണ്ടു നടന്ന മറ്റൊരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രമുറ്റം നേരിട്ടൊന്ന് കാണണമെന്നത്. കഴിഞ്ഞ ദിവസം മകൻ ഗഫൂർ അഭിനയയുടെ കൈപിടിച്ച് ഗുരുപവനപുരി ചുറ്റിക്കണ്ടതോടെ ആ ഉമ്മയുടെ ആഗ്രഹം പൂവണിഞ്ഞു. ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ റീൽസ് ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നും മതസൗഹാർദ്ദത്തിന്റെ നേർചിത്രമെന്നുമാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്ന കമന്റുകൾ. കരിക്കാട് സ്വദേശിയായ ഗഫൂർ അഭിനയ സംവിധാനം ചെയ്ത ടാബ്ലോ ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ചിരുന്നു. മത്സരത്തിൽ ഗഫൂർ ഒരുക്കിയ ടാബ്ലോയ്ക്കാണ് 1ാം സ്ഥാനം ലഭിച്ചത്. മകന്റെ കലാസൃഷ്ടി കാണാനും ഉത്സവത്തിന്റെ ജനത്തിരക്കും ആവേശവും നേരിട്ടറിയാനുമാണ് ഖദീജുമ്മ ക്ഷേത്ര പരിസരത്തെത്തിയത്. TCV ന്യൂസ്, കുന്നംകുളം. പൂച്ചെണ്ടും ഉപഹാരവും ഒഴിവാക്കി ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ചെയ്യണമെന്ന മേയറുടെ അഭ്യർത്ഥന ഫലം കാണുന്നു. അഭ്യർത്ഥന മാനിച്ച് സംഭാവനയായി കിട്ടിയ 10 ഡയാലിസിസ് കിറ്റുകൾ തൃശൂർ ജനറൽ ആശുപത്രിക്ക് മേയർ കൈമാറി. സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ ഏറ്റുവാങ്ങി. ഗുരുതര രോഗബാധിതർക്ക് 5000 രൂപ വീതമുള്ള ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജേക്കബ് പുലിക്കോട്ടിൽ, പ്രതിപക്ഷ നേതാവ് TR ഹിരൺ തുടങ്ങിയവർ പങ്കെടുത്തു. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തൃശൂർ കോർപ്പറേഷൻ പ്രതിഫലന സുരക്ഷാ ബാൻഡുകൾ വിതരണം ചെയ്തു. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ സുരക്ഷാ ബാൻഡുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളി ജോഷുവ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജേക്കബ് പുലിക്കോട്ടിൽ, TR സന്തോഷ്, ഷീന ചന്ദ്രൻ, അഡ്വക്കേറ്റ് വില്ലി ജിജോ, K. ഗോപാലകൃഷ്ണൻ, മേഫി ഡെൽസൺ, കൗൺസിലർ അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വരാക്കര കാളക്കല്ല് ചേലൂക്കാരൻ ബാബുവിന്റെ മകൻ അനന്തുവാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. മലപ്പുറത്തെ സ്വകാര്യ ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഹൃദയാഘാതമെന്നാണ് പ്രാഥമിക നിഗമനം. 2 മാസം മുൻപാണ് വീട്ടുമുറ്റത്തെ മരത്തിൽ നിന്ന് വീണ് അനന്തുവിന് പരിക്കേറ്റത്. പെരുമ്പിലാവിലെ അബ്ദുള്ള സുലൈഖ ദമ്പതികളുടെ റമദാൻ കഞ്ഞിക്ക് ആവശ്യക്കാർ ഏറുന്നു. പച്ചക്കറിയും ഇറച്ചിയും ആരോഗ്യദായകമായ മറ്റു കൂട്ടുകളും ചേർത്ത് അറേബ്യൻ രീതിയിൽ ഒരുക്കുന്ന ബിരിയാണി കഞ്ഞിയാണ് രുചിയുടെ മേളം തീർക്കുന്നത്. പെരുമ്പിലാവിലെ മസ്ജിദുർ റഹ്മ, അൽനൂർ മസ്ജിദ് എന്നിവിടങ്ങളിൽ 200ഓളം പേർക്കാണ് ഈ ബിരിയാണി കഞ്ഞി വിളമ്പുന്നത്. ഈ കഞ്ഞി കുടിക്കാൻ സമീപ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നു. പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന പരേതനായ മേലെടുത്ത് നൂറാനിക്കയാണ് 6 വർഷം മുൻപ് യമൻ സ്പർശമുള്ള കഞ്ഞിയുടെ രുചിക്കൂട്ട് രഹസ്യം അബ്ദുള്ള സുലൈഖ ദമ്പതികൾക്ക് കൈമാറിയത്. ഇതോടെ പിന്നീടുള്ള വർഷങ്ങളിൽ ഇവർ വീട്ടിൽ പാചകം ചെയ്ത് കഞ്ഞി എത്തിക്കാൻ തുടങ്ങി. 2 തലമുറകൾക്ക് മുൻപ് പൊന്നാനിയിലെത്തിയ യമനികളിൽ നിന്നാണ് കഞ്ഞിക്കൂട്ട് രഹസ്യം നൂറാനിക്ക മനസ്സിലാക്കിയത്. വഴുതന, ബീൻസ്, ഉരുളക്കിഴങ്ങ്, പച്ചപ്പയർ, അരി എന്നിവയെ കൂടാതെ ഏതെങ്കിലും മാംസവും ചേർക്കും. നന്നായി വേവിച്ച ശേഷം ചെറിയ ഉള്ളിയും മസാലയുമുള്ള പ്രത്യേകം കൂട്ട് ചേർത്തിളക്കി നെയ്യ് ചേർത്താൽ ബിരിയാണി കഞ്ഞി റെഡി. ഒരു ദിവസം 3000ഓളം രൂപ ചെലവ് വരുന്ന കഞ്ഞിയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കായി പള്ളികളിൽ വിതരണം ചെയ്യുന്നത്. TCV ന്യൂസ്, കുന്നംകുളം.
രാജ്യചരിത്രത്തിലാദ്യമായി ദയാവധത്തിന് അനുമതി നൽകി സുപ്രീം കോടതി. 13 വർഷമായി കോമയിൽ കഴിയുന്ന ഉത്തർപ്രദേശ് സ്വദേശി ഹരീഷ് റാണയുടെ ദയാവധം നടപ്പിലാക്കാനാണ് കോടതി ഉത്തരവിട്ടത്. അന്തസ്സായി മരിക്കാനുള്ള അവകാശവും പൗരനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ്. യന്ത്രസഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന റാണ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ യാതൊരു സാധ്യതയുമില്ലെന്ന് വ്യക്തമായതോടെയാണ് ദയാവധം നൽകണമെന്നപേക്ഷിച്ച് വയോധികരായ മാതാപിതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. മകന്റെ ദുരിതാവസ്ഥ കണ്ടുമടുത്തുവെന്നും ചികിത്സ തുടർന്നിട്ട് പ്രയോജനമില്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയെന്നും മാതാപിതാക്കൾ കോടതിയെ അറിയിച്ചു. ഈ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി ഉത്തരവ്. ചണ്ഡീഗഡിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്ന ഹരീഷ് റാണ 2013 ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റത്. കേസിൽ ഹരീഷിന്റെ മാതാപിതാക്കൾക്കായി മലയാളി അഭിഭാഷക രശ്മി നന്ദകുമാറാണ് ഹാജരായത്. ചേറ്റുവ പുഴയിലെ മണ്ണ് ഖനനത്തിൽ കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം. മണ്ണെടുപ്പ് മൂലം സമീപത്തെ വീടുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനായി കളക്ടറുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി, സാങ്കേതിക വിദഗ്ധർ, ദേശീയപാത ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെട്ട സംഘമായിരിക്കും പരിശോധന നടത്തുക. പൊതുപ്രവർത്തകനായ ലത്തീഫ് കിട്ടുമൽ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. അതിവേഗതയിലും അശ്രദ്ധമായും വാഹനമോടിച്ച് 65-കാരിയുടെ മരണത്തിനിടയാക്കിയ കേസിൽ ശിക്ഷ വിധിച്ച് ചാവക്കാട് അതിവേഗ കോടതി. വേലൂർ സ്വദേശി കരിമത്തിൽ വീട്ടിൽ വിജയനെ 2.5 വർഷം തടവിന് കോടതി ശിക്ഷിച്ചു. 31,000 രൂപ പിഴ അടയ്ക്കാനും ഉത്തരവിട്ടു. 2010 ജൂലൈ 16 കേസിനാസ്പദമായ സംഭവം. കരിക്കാട് വില്ലേജ് ഓഫീസിന് സമീപത്ത് പ്രതി ഓടിച്ചിരുന്ന വാഹനമിടിച്ച് പോർക്കുളം മങ്ങാട് സ്വദേശി രാധ മരിച്ച കേസിലാണ് കോടതി വിധി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. ഒല്ലൂർ പടവരാടിൽ നിന്ന് 1.25 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ബിബുൽ തിവാരിയെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ VJ റോയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,970 രൂപ, പവന് 1,19,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് ജനജീവിതം ദുസ്സഹമാക്കുന്നു. പാചകവാതക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് വീട്ടമ്മമാർ. അടച്ചുപൂട്ടൽ ഭീഷണിയിലായി ഹോട്ടലുകൾ. LDF സ്ഥാനാർത്ഥി കവി ആലങ്കോട് ലീലാകൃഷ്ണന് CPI-CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്വീകരണം നൽകി. ഇത്തവണയും തൃശൂരിൽ ഇടതുപക്ഷത്തിന് നല്ല വിജയപ്രതീക്ഷയുണ്ടെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. CPI-ക്കെതിരെ കടുത്ത വിമർശനവുമായി CC മുകുന്ദൻ MLA-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചിലരുടെ വ്യക്തിവൈരാഗ്യമാണ് തന്നെ ഒഴിവാക്കാൻ കാരണമെന്ന് CC മുകുന്ദൻ. എൽത്തുരുത്ത് സെന്റ് മേരീസ് ഇടവകയുടെ പുതിയ പള്ളിക്ക് കോർപ്പറേഷൻ കൌൺസിൽ നിർമ്മാണാനുമതി നൽകി. അമൃത് പദ്ധതിയിൽ ആവശ്യപ്പെടുന്നവർക്ക് കുടിവെള്ള കണക്ഷനുകൾ നൽകാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്നു. തൃശൂർ ജില്ലയിൽ വ്യാഴാഴ്ച 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ്. തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.